യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നോക്കി. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനുള്ള ധൈര്യമാകുന്നു. 15-16 നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. സഹോദരൻ, മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, അപ്പൊ ദൈവത്തിന് ഇഷ്ടമുള്ള അപേക്ഷയുണ്ട്, ഇഷ്ടമില്ലാത്ത അപേക്ഷയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ലഭിച്ചിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അല്ല യോഹന്നാന്റെ സുവിശേഷത്തില് ഉണ്ട്. ഹല്ലേലൂയ. അവിടെ 15-ന്റെ 7-ാം വാക്യം. അത് 15-ന്റെ 7. അത് വെന്തുപോകും. നിങ്ങൾ എന്നിൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ആമേൻ. അപ്പം നേരത്തെ ഇവിടെ പറഞ്ഞത് എന്തായിരുന്നു? അവന്റെ ഇഷ്ടപ്രകാരം. അല്ലെ, ഇവിടെ പറഞ്ഞ് നിങ്ങൾ ഇച്ഛിക്കുന്നതെന്നാ പറഞ്ഞത്. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം എന്നല്ല പറഞ്ഞു. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ കയറി വന്നു. ഹല്ലേലൂയ. എന്താ പറയാ? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പ് അത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മൾ വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിൽ വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഹാലില്ല. അവിടെ ആദ്യം തുടങ്ങുന്ന തന്നെ 15-ാം അധ്യായം തുടങ്ങുന്ന തന്നെ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്ന, കായ്ക്കുന്നൊക്കെ അധികം ഫലം കായ്ക്കാൻ ചെത്തിവെടിപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ എപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പം ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളി വസിച്ചിട്ടില്ലാതെ ഫലം സ്വയമായി കായ്പാൻ കഴിയാത്ത പോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഹാല്. അപ്പം കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ട്, അപ്പൊ കർത്താവ് യേശുക്രിസ്തുവിൽ വസിച്ചിട്ടല്ലാതെ നമുക്ക് ഫലം കഴിക്കാൻ കഴിയത്തില്ല എങ്കിൽ പോലെ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് വചനം എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ. ഹല്ലേലൂയ. മനസ്സിലായി? മുന്തിരിവള്ളി ഹാലല്ലേ കൊമ്പിൽ കയറി പടർന്ന് പിടിച്ച് ഹാലല്ലേ മുന്തിരിവള്ളി കിടക്കുകയാണെങ്കിൽ മുന്തിരി വള്ളിക്കകത്തുനിന്ന് വരുന്ന ഫലം മുന്തിരി തന്നെയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഹാലെ, നമ്മളല്ല ഫലം കായ്ക്കുന്നത്, ഫലം കായ്ക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. നമ്മളിലൂടെ യേശു ഫലം കായ്ക്കാനായിട്ട് നമ്മൾ അനുവദിക്കണം. നമ്മൾ പലപ്പോഴും എന്താ പറ്റുക വെച്ചാൽ നമ്മൾ അങ്ങ് കായ്ക്കാൻ ശ്രമിക്കുകയാണ്. ഹാലേലൂയ. ഇന്നലെ നമ്മൾ പഠിച്ച ക്രിസ്തുവിന്റെ മനസ്സുള്ള ഒരാകണം നമ്മളെന്ന് പറഞ്ഞു. ഹാലേലൂയ. ക്രിസ്തുവിന്റെ മനസ്സ് എന്താന്ന് വെച്ചാൽ, ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളവർ ആയാൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകും. അല്ലെങ്കിൽ ക്രിസ്തു എന്താ ചെയ്ത് അത് ചെയ്യും നമ്മൾ. ഹാലേലൂയ. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം കൃത്യമായി പറയും, നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും. ഹാലേ. എന്നിട്ട് നമ്മൾ കർത്താവ് യേശുക്രിസ്തു വസിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മളിൽ നിന്ന് പുറത്തു വരേണ്ട ഫലം യേശു കർത്താവിന്റെ ഫലമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ സ്വഭാവമായിരിക്കും നമ്മള് യേശുവിനെ പടർന്നു പിടിച്ച് കിടക്കുകയാണെങ്കിൽ യേശുവാണ് നമ്മളിൽ ഹാലയിൽ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫലം കായ്ക്കരുത്. ഇവിടെ യോഹന്നാൻ ലേഖനത്തെ അതുകൊണ്ടാണ് അവന്റെ ഇഷ്ടപ്രകാരം. അപ്പൊ നമ്മളിൽ വസിക്കുന്നവന്റെ ഇഷ്ടപ്രകാരമായിരിക്കണം നമ്മൾ ചോദിക്കുന്നത്, അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തുണ നിന്ന് ദൈവത്തോട് പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ പരിശുദ്ധാത്മ എപ്പോഴും പക്ഷപാതം ചെയ്യുന്നത് നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്, പക്ഷപാതം ചെയ്യും. പക്ഷെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുന്നത്. ഹാലേ. അത് പറയുന്നുണ്ട് അവന്റെ ഹിതപ്രകാരം. അപ്പൊ ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് അറിയാം. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മ പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്നു. ഇവിടെ പറയുന്നത് അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നുള്ളത് നമുക്ക് അവനുള്ള ധൈര്യമാകുന്നു.
എന്നിട്ട് അടുത്ത് നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവരോട് കഴിച്ച അപേക്ഷ ലഭിച്ചു എന്ന്. അപ്പം അടുത്ത പറയുന്നത് ആദ്യം പറഞ്ഞ ദൈവത്തിന്റെ ഇഷ്ടം, അവന്റെ ഇഷ്ടപ്രകാരം. എന്നിട്ട് നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്തപേക്ഷിച്ചാലും കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ അപേക്ഷകളെല്ലാം നമുക്ക് ലഭിക്കും. എല്ലാ പ്രാർത്ഥനയ്ക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. താഴോട്ട് എന്നിട്ട് പറയുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മരണത്തിന് വേണ്ടി, മരണമല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കാം. ഈ മരണം അല്ലാത്ത പാപം എന്ന് പറയുമ്പോൾ ചാകാൻ വേണ്ടിയിട്ട് പാപം എന്നല്ല. ഹല അവര് ജീവനില്ലാതെ നടന്നുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളെ നമുക്ക് പറയാം. ഒരുവരെ ഞാൻ പറയാം, ദൈവത്തിന്റെ വചനം അവനിൽ വസിക്കുമ്പോൾ അവനിൽ ജീവൻ ഉണ്ടാകും. ദൈവത്തിന്റെ വചനം ജീവശാസ്ത്രമാണെങ്കിൽ ആ വചനം, അപ്പൊ വചനത്തിൽ ജീവിക്കുന്നവന് മാത്രമേ ജീവൻ ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഹല്ലേലൂയ, സഭയിൽ പോകുന്നുണ്ട്, കൂട്ടായ്മ ആചരിക്കുന്നുണ്ട്, പക്ഷെ അവരിൽ ജീവൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. മനസ്സിലാകുന്നുണ്ടോ? ആ ജീവൻ, അപ്പൊ മരണത്തിനല്ലാത്ത പാപം, മരണത്തിനായുള്ള പാപമുണ്ട്. മരണം എന്ന് വെച്ചാൽ ഈ ശരീരത്തിന്റെ മരണമല്ല, അവന്റെ ആത്മാവിന്റെ മരണം സംഭവിക്കും. അവന് ജീവിച്ചിരിക്കുമ്പോ തന്നെ നിങ്ങൾ മരിച്ചവരാകുന്നു, അല്ലേ? ജീവിച്ചിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മരിച്ചവരെന്ന പേര് എന്ന് പറയുന്നുണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം എന്ന്. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്നവരെന്ന പേര് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാ ജീവന്റെ വചനത്തിൽ വസിക്കുന്നവരായതുകൊണ്ടാണ്. നമ്മൾ ഒരിടത്തേക്ക് ചെല്ലുമ്പം അവിടെ ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടുന്നത് എന്തുകൊണ്ടാ? ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടുന്നത് എന്തുകൊണ്ടാ? ഹല്ലേലൂയ. അവിടെ നമുക്ക് അവിടെ ജീവൻ ഉണ്ടാകണം. കാരണം ഇന്നലെ ഞാൻ അവിടെ സഭയിൽ ശുശ്രൂഷിച്ചത്. ഹല്ലേലൂയ. നമ്മൾ ഗ്രൂപ്പ് ശുശ്രൂഷ ഭാഗം രണ്ട് ഭാഗം എടുത്തത്. ദൈവം തന്നെ സ്നേഹിക്കുന്ന ഒരുക്കിയിട്ടുള്ളത്, ഒരു കണ്ടിട്ടില്ല, കാതുകളിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ നടത്തത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടത്, സകല നന്മയ്ക്ക് കൂടി വ്യാപരി, ഈ 2 വചനം എടുത്തത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറയുമ്പം ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ യോഹന്നാൻ സുവിശേഷത്തിൽ കൃത്യമായി പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ വചനം പ്രമാണിക്കും, ഞാൻ നിങ്ങളെ സ്നേഹിക്കും, പിതാവ് നിങ്ങളോടും നിങ്ങളെപ്പോന്ന് വാസം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ അപ്പൊ നമ്മളൊക്കെ നിർണയപ്രകാരം വിളിക്കപ്പെട്ട, എപ്പോ വിളിച്ച് നമ്മളെയൊക്കെ വിളി? ഹല്ലേലൂയ. എന്താ? ദൈവത്തിന്റെ പർപ്പസിനായിട്ട് ലോക സ്ഥാപനത്തിന് മുമ്പേ വിളിക്കപ്പെട്ടവരാ. ആ വിളിക്കപ്പെട്ടവർ മാത്രമേ ഒരു സഭയ്ക്കുള്ളിൽ വന്നിരിക്കുന്നുള്ളൂ, അല്ലേ? അപ്പൊ വിളിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം, ഇപ്പൊ രോഗം വന്നാൽ നന്മയ്ക്കാക്കി മാറ്റും, കടഭാരം വന്നാൽ നന്മയ്ക്കാക്കി മാറ്റും, ദാരിദ്ര്യം വന്നാൽ നന്മയ്ക്കാക്കി മാറ്റും. ഹല്ലേലൂയ. കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ നന്മയ്ക്കാക്കി മാറ്റും. ആർക്കാ? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവര് ആരാ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. നമുക്കറിയാം, ദൈവം നമ്മളോടുള്ള സ്നേഹത്തിനകത്ത് ഒരു കുറവുമില്ല, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ആ വചനം പറഞ്ഞ് ഒത്തിരി പേര് സഭയിൽ കരയാനിടയായി. ഹല്ലേലൂയ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് സ്നേഹിക്കുന്ന ഞാൻ പറയാം, നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്? നമ്മൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹമുള്ളവരെ കാണാൻ ഇഷ്ടമാണ്, അവരോട് സംസാരിക്കാൻ ഇഷ്ടമാണ്, എപ്പോഴും അവരുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടമാണ്, അല്ലേ? നമ്മളെല്ലാരും കർത്താവിനോട് സ്നേഹമാണെന്ന് പറയും, നമ്മൾ കർത്താവിനെ, പക്ഷെ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയിൽ വരണം. വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ എളുപ്പമാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്യണം. ഒരു നല്ല ശമരിയാക്കാരന് നമ്മുടെ മുമ്പിൽ കർത്താവ് പരിചയപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. സുവിശേഷത്തിൽ എന്താ? ഒരു അവന്റെ ഉള്ളിൽ ദൈവസ്നേഹം ഉള്ളവൻ ആയതുകൊണ്ടാ ഒരുവൻ മുറിവേറ്റ് വഴി കിടക്കുന്ന കണ്ടപ്പോ അവനെ കണ്ടിട്ട് കടന്നു പോകാൻ പറ്റാതിരുന്നത്. അവനെ മുറിവുകൾ എണ്ണയും വീഞ്ഞും പകർന്ന് കെട്ടി എന്താ പറയാ, തോളത്തെടുത്ത് അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറ്റി സത്രത്തെ കൊണ്ടുപോയി അവന് വീടുന്നതൊക്കെ ചെയ്ത്, ഇനി എന്തെങ്കിലും അധികമായി ഞാൻ വരുമ്പോ തിരിച്ച് തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. അത്രത്തോളം ആ മനുഷ്യന് വേണ്ടി സമയവും ആരോഗ്യം, പണവും എല്ലാം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാ തെളിയിക്കുന്നത്. നമുക്ക് ദൈവസ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നത്, നീ കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ എങ്ങനെയാ എന്നെ സ്നേഹിക്കുന്നത്? ഹല്ലേലൂയ. അപ്പൊ ആ ഒരു ശമരിയാക്കാരനെ നമ്മുടെ മുമ്പിൽ ദൈവം പരിചയപ്പെടുത്തിയിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മറ്റൊരു ഗുണം കൂടെ ഉണ്ടാവും.
വിശ്വാസമുണ്ടാകും. ഹാലയിലെ സാറാമ്മ സിസ്റ്റർ എനിക്ക് എന്നോട് ഭയങ്കര സ്നേഹമല്ലേ, എനിക്ക് ഭയങ്കര സ്നേഹമാണ്. സാറാമ്മ സിസ്റ്റർ എന്നൊരു വാക്ക് പറഞ്ഞു, പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. എന്താ കാര്യം എന്നറിയാ, ആ സ്നേഹത്തിന്റെ അളവാണ് നമ്മൾ വിശ്വസിക്കാനായിട്ട് കാരണമാകുന്നത്. നമുക്ക് കർത്താവിന്റെ ഭയങ്കര സ്നേഹമാണ്. കർത്താവ് നമ്മളെ സ്നേഹമുണ്ട്. ഹാലയില നമുക്ക് എന്റെ സ്നേഹിതനാണ് കർത്താവ്, അല്ലെങ്കിൽ ആമേ ഹാലലിയ ആമേ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതാണെങ്കിൽ എനിക്കറിയാം, എനിക്കൊരു വിഷയം വന്നാൽ എന്റെ ദൈവം വെറുതെ ഇരിക്കത്തില്ല. എന്റെ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ പറയട്ടെ, കർത്താവിന് എന്റെ സ്നേഹത്തെ അറിയാം. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. അപ്പം എന്റെ സ്നേഹിതന്റെ, അപ്പൊ നമുക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഹാലയില നമുക്ക് നമ്മുടെ വിഷയമായി തോന്നും. കാരണം നമ്മളും അതിനകത്ത് പങ്കെടുക്കും. അപ്പൊ അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു കാര്യം കൂടിയുണ്ട്, കർത്താവിന് ഭയങ്കര വിശ്വാസമായിരിക്കും. നമ്മുടെ സ്നേഹം എത്രത്തോളം വലുതാണോ അതുപോലെ വിശ്വാസമായിരിക്കും. സ്നേഹമുള്ള ഭർത്താക്കന്മാര്, സ്നേഹമുള്ള ഭാര്യയോ, സ്നേഹമുള്ള മക്കളൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഹാലയിൽ എന്താ, അവര് വാക്ക് പറഞ്ഞാൽ മതി, കണ്ണും പൂട്ടി വിശ്വസിക്കും. അപ്പൊ ആ സ്നേഹം നമ്മൾ ഉണ്ടാകും തോറും നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. ദൈവത്തിന് വേണ്ടി ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നും. ദൈവത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷം. ഓരോ കാര്യം ചെയ്യുമ്പോൾ അയ്യോ ഇതൊരു ചടങ്ങാണല്ലോ, എന്ത് ചെയ്യാന്, പോയേക്കാം ഞായറാഴ്ച ചർച്ചിലേക്ക്, അല്ലെങ്കിൽ പാസ്റ്റ് ചിലപ്പോൾ കാണുമ്പോൾ പോലെ വഴക്കും പറയും. പിന്നെ എന്നല്ല നമ്മൾ പോകുന്നത്. ഹാലില്ലേ ഞാൻ അതെല്ലാം പറഞ്ഞപ്പോ നമ്മള് കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചു. എന്റെ മോളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ടൂർ പോകാനായിട്ട് പറയും. അപ്പൊ രാവിലെ വെളുപ്പിനെ 4 മണിക്കൊക്കെ നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കണം. ഈ ടൂർ ഒരു ദൂരെയൊക്കെ പോകും, ലോങ് റൂട്ടൊക്കെ പോകുമ്പോൾ 4 മണിക്ക് 5 മണിക്ക് ഉണ്ടാക്കണം. രാത്രി 12 മണിയാകുമ്പോൾ അമ്മ നേരം വെളുത്തോ, എഴുന്നേക്കാനായോ, എന്തുവാ പോകാനുള്ള ഡ്രസ്. അപ്പൊ ഇല്ല മുളച്ചിട്ട് കുറച്ച് പിന്നെ 1 മണിയാകുമ്പോൾ വീണ്ടും ചാടി എഴുന്നേക്കും. ആയോ എന്നിട്ട് 4 മണിക്ക് പോകണമെങ്കിൽ 3 മണിയാകുമ്പോഴേ ചാടി എഴുന്നേറ്റ് പോയി കുളിച്ച് റെഡിയായി തലേ ദിവസം എല്ലാം ബാഗിനകത്ത് കുത്തി നിറച്ച് പാക്ക് ചെയ്തെല്ലാം വെച്ച് കാലയില് എന്തൊരു ഉത്സാഹത്തോടാ പോകുന്നതെന്നറിയാം. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യത്തിന് പോവുക, മനസ്സിലായോ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ വിളിക്കുമ്പോൾ ദോശ പറയുന്നതാണെങ്കിൽ അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് 5 മിനിറ്റ് 10 മിനിറ്റ് പറയുന്നതാണ്. ഇതിന് 2 ചാടി. എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക്. അതുപോലെ നമ്മളൊരു സഭ ആരാധനയ്ക്കൊക്കെ കടന്നു പോകുമ്പോൾ 9 മണിക്ക് ആരാധനയാണെങ്കിൽ 8:45 ഏത് ഡ്രസ്സ് ഇടണമെന്നൊക്കെ അലമാരിക്കിട്ട തപ്പല്ല ചെയ്യുന്നത്. തലേ ദിവസേ നമ്മള് ഒരുക്കമുള്ളവരായി പോകാൻ ഉത്സാഹത്തോടെ സകലത് ഒരുക്കി വെച്ച് ഹാലേലിയ അമ്മ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഭയങ്കര സന്തോഷത്തോടെ ആരാധിക്കാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്റെ പ്രിയനെ ആരാധിക്കാനായിട്ടാണ് ഞാൻ പോകുന്നത്. ഒരാഴ്ചക്കാലം എന്നെ നടത്തിയതിനുള്ള സ്നേഹവും നന്ദിയൊക്കെ പ്രകടിപ്പിക്കാനായിട്ടാണ് ഞാൻ പോകുന്നത്. ഹാലേലിയ ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അങ്ങനെയാകുമ്പോ 9:00 പ്രാർത്ഥന സഭാരാധന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 9:45 അവിടെ എത്തത്തില്ല, 9:25 നീ അവിടെ എത്തും. കാരണം എന്താ വെച്ചാൽ നീ പോകുന്നത് അത്ര പ്രിയനായിട്ടുള്ള ഹാലലിയ നിന്റെ കർത്താവിനെ കാണാൻ പോകുന്നത്. കർത്താവിനെ കാണാൻ അവിടെ ചെന്നാലേ ആകത്തുള്ളൂ. അല്ല പക്ഷേ 2 3 എന്റെ നാമത്തിൽ ഒരു മനസ്സ് എവിടെ കൂടുതൽ അവരുടെ മധ്യം ഞാൻ ഉണ്ടാകുമെന്ന് നമ്മളോട് അരുളി ചെയ്തെങ്കിൽ നമ്മുടെ കർത്താവ് അവിടെ ഉണ്ടാവും. ഒരു ആരാധനയിൽ ഒരു കൂട്ടായ്മയിലൊക്കെ കർത്താവ് എപ്പോ വരും? 9:30 മീറ്റിംഗ് തുടങ്ങി 9:30 തന്നെ കർത്താവ് വരും. നമ്മളെ എല്ലാം 9:45. ഇത് സ്നേഹമല്ല. നമ്മുടെ വീട്ടിൽ എനിക്ക് ആ പണി തീർക്കാണ്ട് സിസ്റ്റർ ഇത് വരും. പക്ഷെ എന്ത് പണി തീർക്കാണ്ടെങ്കിലും നീ എന്നും ചെയ്യുന്നേക്കാട്ടി അരമണിക്കൂർ മുന്നേ നീ എഴുന്നേക്കുമെങ്കിൽ ഹല്ലേലൂയ ഓരോ കാര്യങ്ങൾ തീർക്കുമെങ്കിൽ കൃത്യസമയത്തോടെ എത്താൻ പറ്റും. സഭ ആരാധന ഉപേക്ഷയെ വിചാരിക്കരുത് ദൈവം പറഞ്ഞേക്ക്. ഞാൻ പറയും സഭ ആരാധനയുടെ സമയത്ത് നിങ്ങൾ ഉപേക്ഷയെ വിചാരിക്കരുത്. ഹല്ലേലൂയ നമുക്കറിയത്തില്ല. ഞാൻ ഹല്ലേലൂയ ഇപ്പം ഇനി നമ്മുടെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ കറക്റ്റ് സമയത്ത് ചർച്ചപാത്രം ഉണ്ടോന്ന് അറിയത്തില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പൊ അവന്റെ ഇഷ്ടപ്രകാരം, അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. അതിന് മുമ്പത്തെ അദ്ദേഹത്തിന് വാക്യം വായിച്ചു. ഞാൻ ഇപ്പൊ രാവിലെ വായിച്ചപ്പോ എനിക്കൊരു ഇച്ചിരി ഒരു ഇതുപോലെ തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യം ഒന്ന് വായിക്കാം സിസ്റ്റർ. 16, 17, 18 വായിച്ചു. ഇങ്ങനെ ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു.
അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇവിടെ പറയുന്നേ അല്ലെ, ഒരു വാക്ക്, ന്യായവിധി ദിവസം നമുക്ക് ധൈര്യം ഉണ്ടാവാൻ തക്കണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നത്. അപ്പൊ ന്യായവിധി ദിവസത്തിൽ ഹാലയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകണം. എന്ത്? ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകാൻ പറഞ്ഞ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞ് ഇതിനാ സ്നേഹം നമ്മോട് തികഞ്ഞു. അവൻ ഇരിക്കുന്ന പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ള തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കിക്കളെ. അപ്പൊ നമ്മൾ ഈ ദൈവത്തിന്റെ സ്നേഹം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, അത് ഭയത്തെ പുറത്താക്കി കളയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര സ്നേഹമാണെങ്കിൽ എനിക്ക് എന്റെ വിശ്വാസം അതുപോലെ കൂടും. ആ വിശ്വാസം വരുമ്പോ ഭയത്തെ പുറത്താക്കിക്കളെ. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ കർത്താവ് യേശുക്രിസ്തു എങ്ങനെയിരുന്നു അതുപോലെ ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാ ഇപ്പൊ നമ്മളെ ഇരുത്തിയേക്കുന്ന എവിടെയാ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണണം. നമ്മൾ ആത്മാവിൽ സ്വർഗസ്ഥലങ്ങളിൽ കർത്താവ് യേശുക്രിസ്തു ഇരിക്കുന്ന ദൈവത്തിന്റെ വലതു ഭാഗത്ത് നമ്മളെ ഇരുത്തിയേക്കുവാണ്. അവിടെ ഇരുത്തിയിരിക്കുമ്പം കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ എങ്ങനെയാണ് ഇരുന്നത് അതുപോലെ നമ്മൾ ഇരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പിതാവിന്റെ വലതു ഭാഗത്ത് ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇവിടെ ഒന്നും ആയിരിക്കില്ല. അവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കണം. അപ്പൊ ദൈവത്തോട് തികഞ്ഞ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെട്ട ഓരോ ദിവസം നാളെ എന്താവും വിചാരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്. എനിക്കൊരു കർത്താവുണ്ട്, എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രാണപ്രിയൻ, എനിക്കൊരു വിഷയം വന്ന് അടങ്ങിയിരിക്കത്തില്ല. ഹാലേലുയ. നിങ്ങളെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാര് കൂടെ ഉണ്ടെങ്കിൽ ഹാലേലുയ, നിങ്ങൾക്കൊരു വിഷയം, നിങ്ങൾക്കൊരു വിഷമം വന്നാൽ, വേദന വന്നാൽ അവരടങ്ങിയിരിക്കുവോ? ഇല്ല. ചിലപ്പം പറയാതിരുന്നാൽ പോലും ചോദിക്കും, എന്താ മുഖം വാടിയിരിക്കുന്നത്, എന്താ കണ്ണ് നനയുന്നത്? ചോദിക്കും, എന്താ കാര്യം? അവർക്കത് കാണുമ്പോ വിഷമം, ആർക്കത് കാര്യം അറിയട്ടെ. അപ്പൊ അത് കാര്യം അറിഞ്ഞാൽ ആ നിമിഷം പോയിട്ട് സാധിപ്പിച്ചു തരാൻ നോക്കും. ഹാലേലിയ. ഈ ലോകത്തിലെ ഭർത്താവ് സ്വന്തം ജീവനൊന്നും കൊടുത്ത് നമ്മളൊന്നും വിലക്ക് വാങ്ങിയിട്ടില്ല. അവസാനത്തുള്ള രക്തം വരെ കൊടുത്തത് നമ്മളെ വിലക്ക് വാങ്ങിയിട്ടില്ല. ഹാലേലിയ. ഇനി ഇസ്രായേൽ ജനത്തെ വീണ്ടെടുപ്പ് വില കൊടുത്ത് വിലക്ക് വാങ്ങിയെങ്കിലും സ്വന്തം രക്തം കൊടുത്തല്ല വീണ്ടെടുത്ത്. പക്ഷെ കർത്താവ് യേശുക്രിസ്തു ഹാലേലിയ പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാണ്ട് രക്തം കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങിയിരിക്കുന്നു എങ്കിൽ ഹാലേലൂയ, നമ്മളുടെ മുഖം ഒന്ന് വാടാനായിട്ട്, നമ്മുടെ ഹൃദയം ഒന്ന് പിടയാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. കാരണം അവന് നമ്മളോട് സ്നേഹം അതുപോലെയാണ്. ഇതെന്തുകൊണ്ട് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ അതുപോലെ കർത്താവിനെ സ്നേഹിക്കാൻ ആ സ്നേഹത്തെ തിരിച്ചറിയാനായിട്ട് ഞാൻ ഒരാൾക്ക് നമ്മളോട് സ്നേഹമുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം സിസ്റ്ററെ? നമ്മൾ അവരെ സ്നേഹിച്ചു തുടങ്ങിയാൽ ആ സ്നേഹം ഇങ്ങോട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലേ? അപ്പൊ ആ സ്നേഹം മനസ്സിലാകുന്നെങ്കിൽ പിന്നെ അവരുടെ സ്നേഹം അവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, അവരുടെ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും അല്ലേ? കണ്ണുകൊണ്ടൊക്കെ കണ്ണോട് സംസാരിക്കുന്ന പറയുന്നത് നമുക്ക് ഒരാൾക്ക് സ്നേഹമുണ്ട്, അവരുടെ നോട്ടം, മുഖം കണ്ട നമുക്ക് മനസ്സിലാവും. എന്താ പലർക്കും കർത്താവിന്റെ സ്നേഹം മനസ്സിലാകാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർ കർത്താവിനോട് സംസാരിക്കുന്നില്ല, അവർ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല, കർത്താവിന്റെ കണ്ണിലേക്ക് നോക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കർത്താവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലെങ്കിൽ ഫെലോഷിപ്പിലായിരിക്കുമ്പോൾ കൂടെ നടക്കുമ്പോൾ നമ്മൾ അവന്റെ സ്നേഹം തിരിച്ചറിയും. അബ്രഹാമിനെ ദൈവം വിളിച്ചു ദൈവത്തിന്റെ സ്നേഹിതനെന്ന്. ഹാലേലുയ. അതുകൊണ്ട് അവൻ മറപൊരുള്ളാതെ അവനോട് സംസാരിച്ചു. അബ്രഹാം നമുക്കറിയാം, സോദോം ഗൊമോര നശിപ്പിക്കാതെ പുറകെ നടന്ന് ചോദിക്കുന്നു, എന്താ കാര്യം? സ്നേഹിതരാണ്. ഹാലേലുയ. അപ്പൊ നമുക്ക് സംസാരിക്കാനായിട്ട്, ഏത് വിഷയം ചോദിക്കാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് പല ദൈവം അങ്ങ് സ്വർഗത്തിലെങ്ങാണ്ടിരിക്കുന്ന ഒരു ദൈവം നമ്മളിങ്ങ് ഭൂമിയിലെങ്ങാണ്ട് നിൽക്കുന്ന മനുഷ്യരെന്ന് വിചാരിക്കുന്ന അല്ല. നമ്മുടെ ദൈവം ജാതികൾ വിശ്വസിക്കുന്ന പോലെ സ്വർഗത്തിലിരിക്കുന്ന ദൈവം അല്ലെന്നേ. നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മൾ ഇരിക്കുന്ന, നമ്മളിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്.
അല്ലെ യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം പറയുന്ന വചനം നമ്മൾ ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കണം. അസ്ഥി താഴ്വരയെ കൂടെ ചുറ്റി നടക്കുമാറാക്കി അല്ലെ. എന്നിട്ട് പറയുന്ന എന്താ? നീ യഹോവയുടെ വചനം കേൾക്ക്, എന്നിട്ട് നീ അത് പറ. ദൈവത്തിന് നേരിട്ടങ്ങ് പറഞ്ഞ പോരായിരുന്നോ? ഹല്ലേലൂയ. നമ്മളത് കേട്ട് നമ്മളത് പറ. കഴിഞ്ഞ ദിവസം ദേവദാസൻ ഹാലയിൽ ഇങ്ങനെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു. ഹാലയ, നീ ഇപ്പം ഉണങ്ങിയ അസ്ഥി താഴ്വരയുടെ അനുഭവത്തിൽ കൂടെ നിന്നെ ചുറ്റി ദൈവം നടത്തുമാറാക്കുകയാണ്. നോക്കുമ്പോ സകലതും വരൾച്ചയാണോ? ഹാലയില് സകലതും ഹാലയില് നിന്റെ ജീവിതത്തിൽ ഹാലയില് ഒരു വരൾച്ചയുടെ അനുഭവത്തിൽ കൂടെ നീ പോകുന്നെങ്കിൽ ഭയപ്പെടേണ്ട, നിന്നിൽ ഒരു പ്രവാചകൻ പുറത്തു വരാൻ പോവുക. ഹാലിലെ. കാരണം നിങ്ങളുടെ പ്രവാചകൻ പുറത്തൊരു എന്താണെന്നറിയോ? ഈ നടക്കുമ്പോൾ ദൈവം നമ്മളോട് ചിലതൊക്കെ പറയാൻ തുടങ്ങും. ഹാലേലി. ചുറ്റി നടക്കുമ്പോൾ ഹാലേലി നമ്മളോട് പറഞ്ഞിട്ട് നീ പറയാത്. സാറാമസിസ്റ്റർ, നിങ്ങളുടെ ഹാലേലി അടുത്ത അയൽത്തുകാരനൊരു അസുഖം വന്നാൽ അവരെ സൗഖ്യമാക്കാൻ ആര് പറയുക? സാറാമസ് നിങ്ങൾ പറയണം. ദൈവം നേരിട്ട് ദൂതനോട് പറയത്തില്ല നീ പോയി പറയുന്നു പറയത്തില്ല. ഹാലേലി. നീ പറഞ്ഞാൽ ദൂതൻ പ്രവർത്തിക്കും. മനസ്സിലായില്ലേ? നമ്മൾ പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ആജ്ഞാനുവർത്തികളായി തന്ന ദൂതൻ ആക്ടിവേറ്റ് ആകും. നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ മിക്സിംഗ് ഗ്രൈൻഡറൊക്കെ വർക്ക് ആക്ടിവേറ്റ് ആകുന്ന പോലെ നമ്മൾ വായ തുറന്ന് പറയുമ്പോൾ ഇവർ ആക്ടിവേറ്റ് ആകും. ഹല്ലേലൂയ. അപ്പൊ നമ്മളിത് പറയുന്നത് എന്താ പറയുക? എങ്ങനെയാ? വിശ്വാസം വരുമ്പോഴാണ് നമ്മൾ പറയുന്നത്. അവൻ വിശ്വസിച്ചു, നാവെടുത്ത് സംസാരിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്ന? വിശ്വാസം നമുക്ക് സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന. സ്നേഹമില്ലാത്ത ഒരാളെ നമ്മൾ വിശ്വസിക്കുമോ? റോഡിൽ കൂടെ പോകുന്ന ഒരാൾ വന്നിട്ട് പറയും, സിസ്റ്ററെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത് ഞാൻ പരിഹരിച്ചേട്ടോ. മൈൻഡ് പോലും ചെയ്തില്ല. കാരണം എന്താ കേട്ടാ, നമുക്ക് അയാൾ അറിയാത്ത പോലും ഇല്ല. സാറാമസ് പറയണം, സിസ്റ്ററെ വിഷമിക്കാൻ കേട്ടോ, അത് ഞാൻ ചെയ്തേക്കാം. ഐ എം ഓക്കെ. കാരണം എന്താണെന്നറിയാം, എനിക്ക് വിശ്വാസമാണ്. കാരണം എനിക്ക് അറിയാം, എനിക്ക് ധർമ്മസ്ഥ ഇപ്പം 4 വർഷമായിട്ട് നന്നായിട്ട് അറിയാം. എങ്ങനെ അറിയാന്നറിയാം? ആത്മാവിൽ അറിയാം. ജഡപ്രകാരം അറിയുന്നേക്കാട്ടി കൂടുതൽ ആത്മാവിൽ എനിക്കറിയാം. ഇവിടേക്ക് ഓരോരുത്തരെയും ബൈ സ്പിരിറ്റ് എനിക്കറിയാം. എന്താ നിങ്ങളുടെ സ്വഭാവങ്ങൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു. നിങ്ങൾ ഇനിയിപ്പോ പരിശുദ്ധാത്മ അല്ലാതെ ഏതെങ്കിലുമൊക്കെ സ്വഭാവം, അത് നമുക്ക് ദൈവം ബൈ സ്പിരിറ്റ് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മൾ ജഡപ്രകാരം അറിയുന്നേക്കാട്ടി ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന ആത്മാവിൽ അറിയുമ്പോഴാണ്. ആത്മാവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ആത്മാവിൽ അറിയുന്ന മനുഷ്യൻ എന്തൊക്കെ ക്വാളിറ്റിയാണ് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് വിശ്വാസമാണ്. ഹല്ലേലൂയ. ആ വിശ്വാസത്തിൽ നിന്നാണ് ഒരു വാക്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ സ്നേഹം നമ്മൾ പരസ്പരം അറിയുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹത്തിൽ നിന്നാണ് നമ്മൾക്ക് വിശ്വാസം വരുന്നത്. അപ്പൊ ദൈവത്തിന്റെ അവന്റെ ഇഷ്ടപ്രകാരം നമ്മൾ, അപ്പൊ ഞാൻ അതുകൊണ്ട് എനിക്ക് വിശ്വാസവും സ്നേഹവും ഉള്ള ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അവന് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കിയിട്ട് നമ്മൾ പറയത്തുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഇഷ്ടങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. ആ സമയത്ത് ആ ഇഷ്ടപ്രകാരം നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്താ പറയാ, നമുക്ക് അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞാൽ അവന്റെ മനസ്സ് വിഷമിക്കും. ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്താൽ അവന്റെ മനസ്സ് വിഷമിക്കും. ഇഷ്ടമില്ലാത്ത നടപ്പ് നമ്മൾ നടന്നാൽ അവന്റെ മനസ്സ് വിഷമിക്കും. അതുകൊണ്ട് നമ്മൾ അവന് ഇഷ്ടമില്ലാത്ത ഒന്നും ചിന്തിക്കത്തില്ല, പ്രവർത്തിക്കത്തില്ല, പറയത്തില്ല. ഇവിടെയാണ് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മളുടെ ഹൃദയത്തിൽ നിരൂപിക്കും മുമ്പേ അത് തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. എന്താ ദൈവം പറയാം, അവൾ എന്റെ കുഞ്ഞാണ്. ഹല്ലേലൂയ. അവൾ എന്റെ വചനം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകുന്നില്ല. ഹല്ലേലൂയ. അവിടെ നിൽക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ പ്രതിസന്ധി വന്ന എന്താണെന്നറിയാവോ? എന്റെ വചനത്തിന് വേണ്ടി, അല്ലെ എന്റെ പ്രമാണത്തിന് വേണ്ടി അവൾ നിന്നത് കൊണ്ട് അവൾക്ക് ഈ പ്രതിസന്ധി ഇപ്പൊ വന്നേക്കുന്നത്. അതുകൊണ്ട് അത് പരിഹരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നമ്മൾ തോന്നുന്ന പോലെ യാക്കോബ് പറഞ്ഞ കണക്ക് നമ്മുടെ ഭോഗങ്ങൾ ചിലവഴിക്കേണ്ട വല്ലാതെ യാചിക്കുന്ന ദൈവം നമുക്ക്
അത് കേൾക്കുന്നില്ല എന്ന് പറയും. ഹാലയില്. കാരണം അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ നടന്നിട്ടല്ല നമ്മളൊരു പ്രതിസന്ധിയിൽ പെട്ടതെങ്കിൽ ഹാലയില് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പോയിട്ടൊരു പ്രതിസന്ധി പെട്ടാൽ അത് പരിഹരിക്കാൻ ദൈവമുണ്ട്. ശിഷ്യന്മാരോട് ദൈവമോ പറയുന്നത്, യേശുവ പറയുന്നത്, നിങ്ങൾ പടകെടുത്ത് അക്കരയ്ക്ക് പൊക്കോ, ഞാൻ പ്രാർത്ഥിക്കാൻ കയറി പോവുക. കർത്താവിന്റെ വാക്ക് കേട്ട് അവർ പടകെടുത്ത് അക്കരയിലേക്ക് പോകുന്ന യാത്രയിൽ ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ വന്നു. ഹല്ലേലൂയ. ആമേൻ. 4-ാം യാമത്തിൽ കടലിന് മീതെ നടന്നു ചെന്ന് അത് പരിഹരിച്ചു. കാര്യം എന്താ പറയാ, ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ട് അവർ പുറപ്പെട്ടു അവിടെ നിന്ന്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നാൽ, ഒരു പ്രതികൂലത്തിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ ദൈവം ഹാലേലിയ ബാധ്യസ്ഥനാണ്. ദൈവം അത് ചെയ്യും. അമ്മ നമുക്കറിയാം, പൗലോസും ശീലാസിനെ ഹാലേലിയ കാരാഗൃഹത്തിലാക്കിയിട്ട് ഹാലേലുയ. അതിനു മുമ്പ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി പത്രോസിനെയും കൂട്ടരെയും പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ച് രാത്രി ദൈവത്തെ ദൂതനെ വിട്ട് തുറന്നു വിട്ടാൽ നിങ്ങള് വീണ്ടും പോയി പ്രസംഗിക്കാൻ പറയുന്നു. ഹാലേലുയ. അപ്പൊ ഓരോ കാര്യങ്ങളിലും നമ്മൾ ദൈവത്തെ പണ്ടൊരിക്കൽ നേരത്തെ ഒരിക്കൽ ഏതോ ഇങ്ങനെ ദൈവം നമ്മൾ പ്രതിസന്ധികൾ ഹാലേലിയ ആമേൻ ഇറങ്ങി വരുമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തപ്പോ ആരെ വന്നാലും കമന്റ് ഇട്ട്, അങ്ങനെയാണ് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നപ്പോ ദൈവം എന്താ മിണ്ടാതിരുന്നതെന്ന് ചോദിച്ച ചോദ്യം ഹാലല് കമന്റില്. അപ്പൊ ഞാൻ തിരിച്ച് മറുപടി അയച്ച്, ഹാലല് യാക്കോബിനെ കൊല്ലുക എന്നുള്ളത്, അല്ലെങ്കിൽ യാക്കോബിന്റെ ശുശ്രൂഷ അവിടെ കൊണ്ട് തീരുക എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കണം, അല്ലേ? ഞാൻ ചോദിക്കുക, ദൈവത്തിന്റെ തീരുമാനം അല്ലാതെ നമ്മളെ ആരെയും ഈ ലോകത്തുനിന്ന് ആർക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല. യാക്കോബിനോട് ദൈവം പ്രോമിസ് ചെയ്തവരായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ, ഞാൻ നിന്നെ അങ്ങനെയാക്കാം, ഞാൻ നിന്നെ ഇങ്ങനെയാക്കാൻ പറയില്ല. പക്ഷെ പത്രോസിനോട് ദൈവം പ്രോമിസ് പറഞ്ഞിരുന്നു, ഞാൻ ഹാലലിയ ആമേൻ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കയ്യിലോട്ട് തരുക. ഹാലലൂയ. ആമേൻ. ഞാൻ എന്റെ സഭയെ അപ്പൊ ആ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൈ കൊടുത്ത് സഭയുടെ പണിക്കായിട്ട് തിരഞ്ഞെടുത്ത പത്രോസിന്റെ മേലൊരു കോളിംഗ് ഉണ്ടായിരുന്നു. ദൈവം ഒരു പ്രോമിസ് പറഞ്ഞിരുന്നു. ഹാലേലുയ. അതുകൊണ്ടാണ് ഹാലേലുയ പത്രോസ് കാരാഗ്രഹത്തിലാകുമ്പോ ദൈവം ദൂതനെ അയച്ച് പുറത്തു കൊണ്ടു. അവിടെ കൊല്ലാൻ നോക്കിയിരിക്കും. അപ്പൊ പത്രോസും അത് തന്നെ ആയിരിക്കും ധൈര്യത്തോടെ കിടന്നുറങ്ങിയതിന്റെ കാര്യം. ഹാലേലുയ. അപ്പം യാക്കോബിനെ ആ വാള് കൊണ്ട് കൊല്ലുമ്പോൾ രക്ഷിക്കാൻ കഴിയാത്തൊരു ദൈവമല്ല നമ്മുടെ ദൈവം. ഇനിയിപ്പോ കൊന്നാൽ പോലും പുറത്തേക്ക് യാക്കോബ് ഒരു ശുശ്രൂഷ തികയ്ക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ യാക്കോബിനെ ആ മരിച്ചെടുത്തെന്ന് എഴുന്നേൽപ്പിച്ച് ജയിക്കാൻ കഴിയ ദൈവമാണ്. പൗലോസിനെ കല്ലെറിഞ്ഞ് കൊന്ന് മരിച്ചു എന്ന് വലിച്ചു പുറത്തു കൊണ്ടിട്ടിട്ട് ജനം അവര് ചുറ്റുപാട് ചുറ്റും ഒരു കൂടി നിന്നിൽ പ്രാർത്ഥിച്ചെന്ന് പോലെ ഒരു വാക്കോട് എഴുതിയിട്ട്, പക്ഷെ അവിടെ നിന്ന് എഴുന്നേറ്റ് പൗലോസ് അടുത്ത സ്ഥലത്തേക്ക് യാത്രയെന്ന് പറഞ്ഞേക്കുന്നത്. പൗലോസ് അവിടെ നിന്ന് എഴുന്നേറ്റ് എല്ലാവരും പൊക്കിയെടുത്തുകൊണ്ട് കട്ടിലേക്ക് അടുത്ത് ഒരു വർഷക്കാലം തിരുമ്മിയെന്നോ ചികിത്സിച്ചെന്നോ അല്ല എഴുതേക്കുന്നത്. അവിടെ നിന്ന് അവരെ കല്ലേറി നമുക്കറിയാം എറിഞ്ഞ് സകല ശരീരത്തിന്റെ ഓരോ അവയവവും തകർത്ത് അവര് ആ കൊന്ന്, പിന്നെ അവൻ ജീവിച്ചാൽ പോലും അവരെ കൊണ്ട് ഒരു ഗുണവും ഇല്ലാത്ത രീതിയിലാണ് കല്ലേറ് വരുന്നത്. നമ്മൾ അതിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് മനസ്സിലാവും. വലിയ നമ്മൾ പറയുന്ന കുഞ്ഞൊക്കെ മെറ്റിലൊക്കെ എടുത്തല്ല, അവർ നല്ല വലിയ വല്ലൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്, തലയിലേക്ക് കിട്ടും അതുപോലെ. പക്ഷെ അവിടെ എഴുതിയേക്കുന്ന പൗലോസ് എഴുന്നേറ്റ് അടുത്ത സ്ഥലത്തേക്ക് പോയി. എന്താ? പൗലോസിനെ മരിച്ചാലും എഴുന്നേൽപ്പിക്കുക. എന്താ കാര്യം വെച്ചാൽ പൗലോസിന്റെ മേൽ ദൈവം വിളിച്ചൊരു കോളിംഗ് കിടക്കുകയാണ്. നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു കോളിംഗ് കടന്നാൽ നിന്നെ നമ്മുടെ പണ്ടൊരു പാസ്റ്റർ പറയുന്ന പ്രസംഗരെ, പണ്ടിലോറ് നിന്റെ മേത്തോടെ കയറി ഇരുന്നയാലും നീ ചമ്മന്തി ആയാലും അത് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. കാരണം എന്താണ്? ശുശ്രൂഷ തികച്ചിട്ടില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇങ്ങനെ പെൻഡിങ് കിടക്കുകയാണ്. ഹാലൂയ. അപ്പൊ അതൊക്കെ ചെയ്തില്ല. പക്ഷെ ഇതിലെല്ലാം നമ്മൾ അടിസ്ഥാനം നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞ കണക്ക് ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ ജീവിക്കണം, ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ ചോദിക്കണം, ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ നടക്കണം. ഹാലൂയ. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള തെളിവ് ഇതൊക്കെ. അപ്പൊ സ്നേഹത്തിൽ നമ്മൾ ന്യായാസനത്തെ എവിടെ പറയുന്നത്? സ്നേഹത്തിൽ വസിക്കും, ദൈവത്തിൽ വസിക്കും, ദൈവം അവനിലും വസിക്കുന്നത്. ന്യായവിധി ദിവസം നമുക്ക് ധൈര്യം ഉണ്ടാകാൻ തക്കണം. ഇതിനാ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കണം. തികഞ്ഞിരിക്കുന്നു. അപ്പൊ ന്യായവിധി ദിവസത്തിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് എന്താ അവിടെ പറയുന്നത്? ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ. അപ്പൊ അവിടെ ധൈര്യത്തോട് പോയി നിൽക്കണമെങ്കിൽ ഈ ദൈവ സ്നേഹം നമ്മൾ തികഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റും. എന്താ പറയുക? ദൈവ സ്നേഹം നമ്മൾ ഉണ്ടെങ്കിൽ
ഈ പറഞ്ഞതൊക്കെ നമ്മൾ ഉണ്ടാകും. കാരണം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ നടക്കത്തുള്ളൂ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ചിന്തിക്കത്തുള്ളൂ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് സന്തോഷമുള്ളത് എന്താണോ അതേ നമ്മൾ അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഹല്ലേലൂയ അവിടെ ചെന്നിട്ട് തല കുരിച്ച് നിൽക്കുമോ സിസ്റ്ററെ? ഇല്ല. കാരണം ഞാൻ എൻ്റെ കർത്താവ് എൻ്റെ പ്രാണപ്രിയനാ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇന്നിപ്പോ കർത്താവിന്റെ വരവിൽ ഹല്ലേലൂയ പല ദൈവദാസരെ ആവർത്തിച്ച് ചോദിക്കാണ്ട്, കർത്താവ് ഇന്ന് വരുമെങ്കിൽ എത്ര പേര് ഇവിടുന്ന് എടുക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ധൈര്യം ഉണ്ടാകും നമ്മുടെ പ്രവൃത്തിയിലൂടെ. നമുക്ക് ധൈര്യം എന്താ വെച്ചാൽ പ്രവൃത്തി എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലല്ല, സ്നേഹത്തിന്റെ പ്രവൃത്തി നമുക്ക് ധൈര്യം ഉണ്ടാകും. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവൻ ആർ? ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞവൻ ആർ? അവനെ ഗ്രഹിപ്പിക്കുന്ന ഇന്നലെ നമ്മൾ കേട്ട, ഇന്നലെ മലഞ്ഞാന്നുമായിട്ട് നമ്മൾ ചിന്തിച്ച വചനഭാഗത്ത് ഹാലെ ക്രിസ്തുവിന്റെ മനസ്സ് അറിയണം നമ്മൾ. സാറാമസിന്റെ ജീവിതത്തിൽ ഇപ്പൊ ഒരു പ്രശ്നം വന്നാൽ ക്രിസ്തു എന്നിലുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കും, അല്ലെ ക്രിസ്തു എങ്ങനെ, അതൊക്കെ ആ വിഷയം കണ്ട് എങ്ങനെ പ്രവർത്തിക്കും. നയീം പട്ടണത്തെ വിധവ ക്രിസ്തുവിനോട് വന്ന് യേശുവിനോട് വന്ന് പ്രാർത്ഥിച്ചില്ല, അപേക്ഷിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. പക്ഷെ അവളുടെ കണ്ണുനീർ കണ്ടപ്പോൾ കർത്താവ് അവിടെ നിന്നു. നിന്നിട്ട് മോനെ കരയണ്ട കേട്ടോ, ഇത് പോയല്ലോ നീ അത് ദൈവഹിതമാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞല്ല. അവള് എന്ത് വിഷയത്തിലാണോ അവള് കരഞ്ഞത് ആ വിഷയത്തിന് പരിഹാരം ചെയ്തിട്ടാണ് കർത്താവ് മുൻപോട്ടൊരു സ്റ്റെപ്പ് വെച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളോട് പറയണം, നമ്മൾ മറ്റുള്ളവർ ചോദിക്കണം എന്നൊക്കെയല്ല നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ ഒരു വിഷയം വന്ന് നമ്മൾ കണ്ടാൽ അവന്റെ കണ്ണുനീര് കാണാൻ ദൈവം ക്രിസ്തു ആണെങ്കിൽ എങ്ങനെ ആ വിഷയത്തെ നമ്മൾ പരിഹരിക്കും. നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നമ്മുടെ വിഷയം വരുമ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കേണ്ട. എന്റെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു വിഷയം വരുന്ന സമയത്ത് ക്രിസ്തു ആണ് അവിടെ നിൽക്കുന്നതെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കും, എന്ത് ചെയ്യും അവിടെ? അതാ ശമരിയക്കാരന്റെ ഉപമയിൽ കർത്താവ് പറഞ്ഞു. അവിടെ ലേവ്യൻ കടന്നുപോയി, പുരോഹിതൻ കടന്നുപോയി. പക്ഷേല് ശമരിയക്കാരൻ എന്തുകൊണ്ടാണ് അവിടെ നിന്നത്? അവന്റെ മനസ്സിൽ ദൈവസ്നേഹമുള്ളത് കൊണ്ടാണ്. കളഞ്ഞിട്ട് പോവാൻ തോന്നിയില്ല. കർത്താവിന്റെ ശുശ്രൂഷ നമ്മൾ ഓരോന്നെടുത്തു. 38 വർഷമായി കിടക്കുന്ന തളർവാദ രോഗി കർത്താവ് യേശുക്രിസ്തുവിനോട് വിളിച്ചപേക്ഷിച്ചില്ല. നമ്മൾ പറയാം ആ എരിഹോലെ കുരുടൻ ദാവീദ് പുത്ര കരുണ തോന്നി വിളിച്ചു, കരഞ്ഞു, ആ ശബ്ദം കേട്ടപ്പെടുന്നു. പക്ഷേ 38 വർഷമായി തളർവാദ രോഗി കിടന്നപ്പം അവൻ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷെ കർത്താവ് അവനെ കണ്ട് അവന്റെ അടുക്കിലേക്ക് ചെന്ന് അവനെ എഴുന്നേൽപ്പിക്കുന്നതാണ്. അപ്പൊ വീണ് കിടക്കുന്ന അടുക്കലേക്ക് നമ്മളും അത് അറിഞ്ഞ് അവിടേക്ക് ചെന്ന് അവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാനാ ദൈവം വെച്ചേക്കുന്നത് നമ്മള്. അതാണ് ക്രിസ്തുവിന്റെ മനസ്സ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള അവന്റെ ഇഷ്ടപ്രകാരം അപ്പൊ നമ്മൾ നമ്മുടെ അപേക്ഷകളൊക്കെ അവന്റെ ഇഷ്ടപ്രകാരമായിരിക്കണം. അവന്റെ ഇഷ്ടപ്രകാരം നമ്മുടെ അപേക്ഷ കേൾക്കുക. നമുക്ക് അവനോട് ധൈര്യം, നാം എന്തപേക്ഷ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്ന അറിയുന്നെങ്കിൽ അവന്റെ അപേക്ഷ ലഭിച്ചത്. ഞാൻ പറയാം, നമ്മൾ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ദൈവത്തോട് അയ്യോ തരണേ എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ എന്തപേക്ഷിച്ചാലും എന്റെ ദൈവം കേൾക്കുന്നല്ലേ. നമ്മളൊന്നും പ്രാർത്ഥന നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് വെറുതെ ഇരിക്കത്തില്ല, അതിന് മറുപടി തരുന്ന ദൈവമാണ്. അമ്മ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ സകല വിഷയങ്ങളിന്മേലും മറുപടി തരുന്ന ദൈവം നമ്മുടെ ദൈവം. ആ വിശ്വാസം നമ്മൾ ഉണ്ടായിട്ട് ആ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിച്ച് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെടത്തില്ല നമ്മൾ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ക്രിസ്തു എത്ര ധൈര്യത്തോടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇന്ന വിഷയം മുമ്പ് നിൽക്കുന്നില്ലേ? ഹാലല്ലേ. എനിക്കറിയാം തക്ക സമയത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ. ഭാരമൊക്കെ ഉള്ളിലുണ്ടാ, നമുക്ക് മാനുഷ്യമായിട്ടൊരു ഭാരമൊക്കെ നമ്മൾ ചിന്തിക്കും. മാനുഷ്യ ബുദ്ധിയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അത് എങ്ങനെയായിരിക്കും എങ്ങനെയൊക്കെ ഒരു ചിന്ത വരും. പക്ഷേ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിലാണെങ്കിൽ അതിനെ നമ്മൾ വിഷയമായിട്ട് കണക്കാക്കത്തേ ഇല്ല, അല്ലേ? ദിനം തോറും ഞാൻ പറയാം, എന്റെ ജീവിതത്തിലെ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദൈവം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താ രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നേർത്തോട് കണക്കത് അവൻ ഇഷ്ടമുള്ളിടത്ത് ഇരിക്കുന്നു. ഇത് ഈ വചനം രാജാക്കന്മാരുടെ മാത്രം ഹൃദയമല്ല, നമ്മുടെ എല്ലാവരുടെയും ഹൃദയം
ദൈവത്തിന്റെ കയ്യില്. ദൈവത്തെ ആ ഹൃദയത്തോട് പറയാ, എന്റെ മോൾക്ക് വേണ്ടി അത് ചെയ്യുന്ന പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യാതിരിക്കുമോ? സാഹചര്യം പണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഇങ്ങനെ ബിജോ പാസ്റ്റർ രാത്രി ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞു. എനിക്കറിയുന്നൊരു പാസ്റ്ററാണ് തമിഴ്നാട്ടിൽ. അദ്ദേഹത്തിനോട് ദൈവം ഒരു സ്ഥലം കിട്ടി, അപ്പൊ വീട് വെക്കുന്ന കാര്യം ദൈവം പറഞ്ഞു, വീട് പണി തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പുള്ളിയുടെ ഇവർ 6000 രൂപയുണ്ട്. പുള്ളി 6000 രൂപയും കൈ പിടിച്ചോണ്ട് വലിയ എന്താ പറയാ തന്നെത്താനെ തന്നെ ഈ എന്താ പറയാ നമ്മുടെ കയറൊക്കെ വലിച്ചു കെട്ടി കുറ്റിയൊക്കെ അടിച്ച് അല്ലെ തന്നെത്താനെ വാനം വെട്ടാൻ തുടങ്ങി. ഇപ്പൊ ഭാര്യ പറഞ്ഞ്, എന്ത് ഭ്രാന്ത മനുഷ്യായി കാണിക്കുന്നത്, 6000 രൂപയും കൈ പിടിച്ചിട്ടുണ്ട്, ഇത്ര വലിയ വീടിന് അടിസ്ഥാനം കുറ്റി വലിച്ചു കെട്ടി ഇത് കഴിച്ചിട്ടുണ്ട്, വാനം വെട്ടുന്നത് എന്ത് കണ്ടിട്ടാന്ന് ചോദിച്ചു. അല്ലെ പുള്ളി അത് മൈൻഡ് ചെയ്തില്ല. പുള്ളി വാനം വെട്ടല് പരിപാടി തുടങ്ങി. ഹാലയില് വാനം ആ കുഴിയൊക്കെ വെട്ടി 6000 രൂപയ്ക്കകത്തുള്ള കാര്യമല്ലേ ഉള്ളു, എന്താ ചെയ്ത് അല്ലെ. അപ്പോൾ അടുത്ത ദിവസം പെട്ടെന്ന് ആ മെഹാലി വലിയൊരു കാര്യം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു. നോട്ട് നിരോധനം. നോട്ട് നിരോധനം സംഭവിച്ചപ്പം അടുത്ത് വലിയൊരു കാശുകാരൻ്റെ കള്ളപ്പണമൊക്കെ പിടിച്ച് പൂട്ടി വെച്ചെന്ന് പുള്ളി എടുക്കാണ്. പുള്ളിക്കാരൻ പെട്ടെന്ന് ഇയാൾ വിളിച്ചിട്ട്, ആ അതെ വീട് പണി തുടങ്ങിയ കാശൊക്കെ ഉണ്ട കയ്യില്? പുള്ളി പറഞ്ഞില്ല. എന്നാ പിടിക്ക്, ഞാൻ കുറച്ച് കാശ് തരാം, പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് തന്നാ മതി. എത്ര ലക്ഷം എടുത്ത് കൊടുത്തെന്നറിയാ? 60 ലക്ഷം രൂപ എടുത്ത് കൈ കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ പുള്ളിക്കാരൻ എപ്പോഴും എന്നോട് സംസാരിക്കുമ്പോൾ പറയും, മിനിസിസ്റ്ററെ നോട്ട് നിരോധനം വന്ന എനിക്ക് വേണ്ടിയിട്ടാ കർത്താവ് അത് ചെയ്ത. കാരണം കർത്താവ് എന്നോട് പറഞ്ഞപ്പോ ഞാൻ വിശ്വാസത്തോടെ കുറ്റിയടിച്ച് വാനം വെട്ടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ കയ്യിൽ 6000 രൂപ വെച്ച് എന്നെ ഇരുന്നപ്പോൾ ദൈവം അതിന് 60 ലക്ഷം എന്റെ കയ്യിലേക്ക് എത്തിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഓരോ കാര്യങ്ങള് എന്താണ് മുഖാന്തരം എന്ന് നമുക്കുള്ളത്. പക്ഷേ ദൈവം ചിലതിലൂടെ ചില തിന്മയ്ക്കാക്കി മറ്റുള്ളവർക്കൊക്കെ തിന്മയെന്ന് തോന്നും. നോട്ട് നിര ഒത്തിരി പേർക്ക് തിന്മയാണെന്ന് തോന്നി. ഹല്ലേലൂയ. ഒത്തിരി പേരെ കഷ്ടപ്പെട്ടു. പക്ഷെ പുള്ളി പറയും അത് ദൈവം നന്മയ്ക്കാക്കി മാറ്റിയെന്ന്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമുക്കത് ലഭിച്ചു. നമ്മുടെ അപേക്ഷകളെല്ലാം ഇവിടെ പറഞ്ഞ എല്ലാ അപേക്ഷ നീ എന്തപേക്ഷിച്ചാലും ലഭിച്ചു എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ അപേക്ഷിക്കുമ്പോ തന്നെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഹല്ലേലൂയ ഈ 30 ദിവസമായിട്ട് 20 പേരുടെ പേര്, 20 കുടുംബങ്ങളുടെ പേര് എഴുതി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. രക്ഷയിലേക്ക് വരാൻ വേണ്ടി നമ്മുടെ ബന്ധുക്കള്, ചാർച്ചക്കാര്, നമ്മുടെ വീട്ടിലുള്ളവര് ഒക്കെയാണ്. ഇത് ദൈവം തരാതിരിക്കുവോ? തരാതിരിക്കുവോ? ഞാൻ ആ ഒരൊറ്റ കുഞ്ഞു പോലെ നഷ്ടപ്പെട്ടു പോകത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിശ്വാസത്തോടുകൂടി ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇടപെട്ടപ്പോൾ ഹല്ലേലൂയ നമ്മൾ അത് ചെയ്തൊരു പ്രവൃത്തിയാണെങ്കിൽ ഇത് നിങ്ങൾ നിർത്തരുത് കേട്ടോ. ഇന്ന് തുടങ്ങി അടുത്ത 20 പേരുടെ പേര് എഴുതി വെക്കണം. നിങ്ങൾ പിന്നീട് ഇപ്പൊ എഴുതി 20 പേർക്ക് വേണ്ടി മാത്രമല്ല, ആദ്യം എഴുതി വെച്ച് 20 വരെ കൂടെ ചേർത്ത് വേണം പ്രാർത്ഥിക്കാനായിട്ട്. അപ്പൊ ഇന്ന് തുടങ്ങിയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ട് നാളെ തുടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ടോട്ടൽ പ്രാർത്ഥിക്കുന്ന 40 പേർക്ക് വേണ്ടിയിട്ട്, 40 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. ഓരോ മാസം ഇതിങ്ങനെ വർദ്ധിച്ചു വരട്ടെ. നിങ്ങളുടെ പേര് പറഞ്ഞത് സ്തോത്രം ചെയ്ത് പോയാൽ മതിയെന്നേ. അല്ല എടുത്തു വെച്ചിട്ട് നിങ്ങൾ കഥകളൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കണ്ട. എന്നിട്ട് അല്പസമയം അതിന്മേൽ കൈവച്ച് അന്യഭാഷയിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതിന്മേലൊക്കെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അപ്പൊ നമ്മുടെ ദൈവത്തെ കുറിച്ച് നമുക്കൊരു തിരിച്ചറിവുണ്ടായി, ഒരു ബോധമുണ്ടായി. ആ ദൈവത്തിന് എല്ലാത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവ സ്നേഹത്തിലാണ് എല്ലാം ചെയ്യുന്നത്. ദൈവസ്നേഹത്തിൽ സകലം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ദൈവസ്നേഹത്തിൽ ചെയ്യണം. അല്ലാതെ ഒരു കടമയായിട്ടോ ഒരു ചടങ്ങായിട്ടോ നിർബന്ധമായിട്ടോ ഒന്നും നമ്മൾ ചെയ്യരുത്. തികഞ്ഞ ദൈവസ്നേഹത്തിൽ സകലം ചെയ്ത് നമ്മൾ ദൈവത്തിന്റെ കൽപ്പന തന്നെ അങ്ങനെ തന്നെയല്ലേ. പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ ശക്തിയോട് നിങ്ങൾ എന്നെ സ്നേഹിക്കണം, തന്നെ പോലെ തന്നെ നിന്നെപ്പോലെ തന്നെ അയൽക്കാനും സ്നേഹം. അപ്പൊ ഈ ദൈവം പറയുന്ന കൽപ്പനയ്ക്കകത്ത് ആ സ്നേഹം തന്നെ ആ സ്നേഹത്തിനകത്ത് എല്ലാം ഉണ്ട്. ഇവിടെ പറയുന്ന അവന്റെ ഇഷ്ടപ്രകാരം. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ആ ഇഷ്ടപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയും. ആ ഇഷ്ടപ്രകാരം എന്റെ പ്രിയൻ എന്താണ് ഇഷ്ടമോ അതാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് ലഭിക്കും. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ ദൈവമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക്, ആഴത്തിലേക്ക് അവൻ സ്നേഹിക്കുന്നവൻ പ്രാർത്ഥിക്കുക പോലും വേണ്ട. ദൈവത്തെ സ്നേഹിക്കുന്നവൻ പ്രാർത്ഥിക്കുക പോലും വേണ്ട. നമ്മൾ പ്രാർത്ഥിക്കാതെ കിട്ടിയ എന്തോരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇല്ലേ? പോട്ടെ, പണ്ട് നമുക്ക് കിട്ടിയൊക്കെ പോട്ടെ. വിശ്വാസം വന്ന ശേഷം പ്രാർത്ഥിക്കാതെ നമുക്ക് കിട്ടിയ എന്തോരം കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പൊ എന്താ അത് തരുന്നത്? നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ പറയുമ്പോ അറിയുന്ന ദൈവം നമ്മൾ. അതുപോലെ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടങ്ങളും
ദൈവം നമ്മൾ പറയാതെ തന്നെ നമ്മൾ അറിയണം. അവന്റെ മനസ്സ് അറിഞ്ഞ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തെ എപ്പോഴും ദാവീദിനെ കുറിച്ച് എന്താ ദൈവത്തിന്റെ ഹൃദയപ്രകാരം മനുഷ്യൻ വിളിക്കാൻ കാര്യം ദൈവം എന്താണോ ആഗ്രഹിക്കുന്ന മനസ്സിൽ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം എന്താണോ അത് ദൈവം പറയാതെ തന്നെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദാവീദ്. ഹല്ലേലൂയ. പെട്ടകം പിടിപ്പെട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇരുന്നത് അവിടെയാണെന്ന് ഓർത്തത് ദാവീദാ. ദൈവം ഓർപ്പിച്ചൊന്നുമല്ല. ദൈവത്തിന്റെ പെട്ടകത്തെ തിരിച്ചു കൊണ്ടുവരണം. അത് വെച്ചപ്പോ കൂടാരത്തിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോ അയ്യോ അത് കൂടാരത്തിൽ ഞാൻ അരമന ഇരിക്കുന്നല്ലോ, അപ്പൊ ഒരു ആലയം പണിയണം. ഇതൊക്കെ ദാവീദിന്റെ ഉള്ളിൽ തോന്നിയ. ദൈവം പറഞ്ഞു, ദാവീദേ നീ എനിക്ക് വേണ്ടി പോയിട്ട് ഒരു ആലയം പണി എന്ന് പറഞ്ഞിട്ടാണ് ആലയം പണിയാനുള്ള ഒരുക്കങ്ങൾ ദാവീദ് തുടങ്ങിയത്? അല്ല, ദാവീദിന്റെ ഹൃദയത്തെ. കാരണം അപ്പൊ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദൈവം പറഞ്ഞിട്ടല്ല, ദൈവം പറയാതെ തന്നെ ദൈവത്തിന് ഇഷ്ടം മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം. അത് മനസ്സിലാക്കണമെങ്കിൽ ഹൃദയത്തോട് ഒത്തിരിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവുമായി കണക്ട് ആകുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് നമുക്ക് മനസ്സിലായി കിട്ടും. അവന്റെ ഹൃദയത്തിൽ ആഴത്തിൽ കിടക്കുന്ന രഹസ്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ഹല്ലേലൂയ. അത് ചിലപ്പോൾ രഹസ്യമായതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞെന്ന് വേണ്ടില്ല, പക്ഷെ പറയാതെ തന്നെ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഹല്ലേലൂയ ചോദിക്കുന്നവരാകണം. ആ ഇഷ്ടം തിരിച്ചറിയണമെങ്കിൽ ഇഷ്ടപ്പെട്ടവനോട് കൂടെ കൂടുതൽ നമ്മൾ ഒട്ടിയിരിക്കുക, ചേർന്നിരിക്കുന്ന ഇഷ്ടങ്ങൾ തിരിച്ചറിയാൻ പറ്റും. ദിവസങ്ങൾ ദൈവമായിട്ട് ആഴമായ ബന്ധത്തിലേക്ക് നമ്മൾ വരണം. നമ്മളെപ്പോഴും ഉണർവ് നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകേണ്ടത്. ഈ ഉണർവ് നമ്മുടെ ഉള്ളത്തിൽ വരണമെങ്കിൽ ദൈവത്തിന് ആത്മാവ് എന്താണോ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തിരിച്ചറിയണം. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് എങ്ങനെ തിരിച്ചറിയുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നല്ലേ? ഇത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ നമ്മൾ കർത്താവിനെ കുറിച്ച് അങ്ങോട്ട് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളമൊക്കെ ഇങ്ങനെ തുള്ളണം. ഒരു കൊച്ചു കുഞ്ഞിന് നല്ല കളിപ്പാട്ടൊക്കെ കിട്ടുമ്പോൾ അവന്റെ സന്തോഷം എത്രത്തോളം, അതുപോലെ കർത്താവുമായിട്ട് നമ്മൾ പരിശുദ്ധാത്മ ഓരോന്നൊക്കെ ആ ദൈവ സാന്നിധ്യത്തിൽ ദൈവ സാന്നിധ്യം അത് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ആരാധിക്കാൻ ഇരിക്കുമ്പോഴല്ല, നമ്മൾ എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കണം. ആ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ നടക്കാൻ തുടങ്ങുമെങ്കിൽ ഹല്ലേലൂയ, ആ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കാൻ പറ്റുമെങ്കിൽ, ദൈവത്തോട് കൂടെ എപ്പോഴും ഫെലോഷിപ്പിൽ നമ്മൾ ആയിരിക്കാൻ പറ്റും. എപ്പോഴും നമ്മുടെ ഹല്ലേലൂയ അകത്തെ മനുഷ്യൻ ദൈവമായി പരിശുദ്ധമായി കണക്ട് ആയി അന്യഭാഷ സംസാരിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ ഒക്കെ നമുക്ക് ദൈവം ഇങ്ങനെ ഓരോ കാര്യം ഞാൻ പറയും. നമ്മളോട് ദൈവം സംസാരിക്കുന്നത് ഹല്ലേലൂയ നമ്മൾ ദൈവത്തോട് ഇപ്പൊ ഒന്ന് പ്രാർത്ഥിക്കാൻ മാത്രമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളോട് ഇവിടെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഞാൻ നമ്മുടെ സജിത്തിന്റെ കള്ളുകൂടിയെ കുറിച്ച് പറഞ്ഞു. അവന്റെ കള്ളുകൂടി മാറ്റുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അവനെ വിളിച്ച ഫോൺ ചെയ്യപ്പോൾ 2 പ്രാവശ്യം ഫോൺ ചെയ്യപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയാണ് കള്ളുകൂടിയാന്ന് ചോദിച്ചു. തമാശയ്ക്ക് ചോദിച്ചു. പക്ഷേ പരിശുദ്ധൻ അപ്പൊ എന്നോട് ചോദിച്ചു, നീ അവന്റെ കള്ളുകൂടി മാറ്റുമെന്ന് നീ പറഞ്ഞിട്ട് നീ അവനെ കള്ളുകുടിയാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ കള്ളുകൂടി മാറും. കാരണം ഞാൻ എന്ത് വിളിക്കുന്നു അത് അവനായിത്തീരും. മനസ്സിലായേ? ഒരു ചെറിയൊരു കാര്യം പോലും നമ്മൾ ചെയ്ത പരിശുദ്ധൻ ആ സ്പോട്ടിൽ എന്നോട് സംസാരിച്ചു. നീ ഇപ്പൊ എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. ഞാൻ ഒരിക്കൽ പറഞ്ഞത് പണ്ട് ലൂസിഫർ എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോ ഹല്ലേലൂയ ഇത് ഇറങ്ങിയ സമയത്ത് ഞാനും കണ്ടില്ലെന്ന് ഞാൻ കള്ളത്തരം പറയത്തില്ല. ഞാൻ സിനിമ കാണുന്നു ഞാൻ ഇടയ്ക്ക് കാണാറുമുണ്ട്. ഹല്ലേലൂയ. ചിലതൊക്കെ ഇങ്ങനെ വരുമ്പോ നമ്മൾ എന്താണ് അതിനകത്ത് അറിയാൻ വേണ്ടി കണ്ടു കഴിഞ്ഞിട്ട് ഹല്ലേലൂയ. ഞാൻ പിന്നെ പണ്ട് മഞ്ജു വാര്യർ വലിയ ഇഷ്ടമൊക്കെ ആയിരുന്നുണ്ട്. സിനിമ കണ്ടു കഴിയുമ്പോ ഞാൻ പലരോടും പറഞ്ഞു ഇത് നല്ലതാ, ഈ പേര് പറഞ്ഞത് നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് ഹല്ലേലൂയ നമ്മൾ അങ്ങനെ ആ മൂവി നല്ലതാന്ന് പറഞ്ഞെങ്കിലും പക്ഷെ നമ്മൾ ഉപയോഗിച്ച വാക്ക് അവിടെ ലൂസിഫർ നല്ലതാന്ന് തന്നെ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവാത്മാവ് എന്നോട് പെട്ടെന്ന് ചോദിച്ചു, നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. കാരണം അതായിരുന്നു പിശാചിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമായിരുന്നത്. കാരണം എല്ലാ മനുഷ്യരെയും കൊണ്ട് അവൻ നല്ലതാന്ന് പറയിച്ചു. വിശ്വാസി അവിശ്വാസി സകല മനുഷ്യരെയും കൊണ്ട് പറയിച്ചു. അങ്ങനെ ഒരു പേരത് ഇട്ടിട്ട് പറയിച്ചു. അതാണ് പൈശാചിക തന്ത്രം. അവൻ നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന അവനെ ആ മനുഷ്യരുടെ വായെ കൊണ്ട് അതരത്തെ കൊണ്ട് അവൻ നല്ലതാന്ന് പറയിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാണുന്ന ഓട്ടോറിക്ഷയുടെയും ബസ്സിന്റെയും മറ്റേന്റെ മറിച്ചിന്റെ എല്ലാം പുറകിൽ ഓരോ ഇതിന്റെയൊക്കെ പേരെഴുതി വെച്ചിട്ട് പോകും. എന്താണെന്നറിയാ, ഈ പേര് നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ നമ്മൾ അറിയേണ്ടത് വായിക്കും. അത് വായിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ അവന്റെ പേര് ഉച്ചരിക്കുന്ന പോലെ മനസ്സിലാണെങ്കിലും കണ്ണുകൊണ്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി വെക്കുന്നത്. ഞാനൊരു സഹോദരൻ പറയാം, ഞാനിപ്പോ അത് കാണുമ്പോ പിന്നെ ഇങ്ങനെ നോക്കും, പക്ഷെ പെട്ടെന്ന് ഞാൻ വായിക്കത്തില്ലെന്ന് ഞാനിപ്പോ അത് കണ്ട് വായിക്കത്തില്ലെന്നായിരുന്നു ഹല്ലേലൂയ. കാരണം എന്താ വെച്ചാൽ അത് അവന്റെ തന്ത്രമാണെന്ന് മനസ്സിലായി.
പിശാച് എങ്ങനെയൊക്കെ തന്ത്രങ്ങൾ എടുക്കുന്നത്? ബസ്സിനൊക്കെ പേരിട്ട് വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഓട്ടോറിക്ഷയ്ക്ക് പേരിട്ട് വെച്ചെന്നുണ്ടോ? ആരെങ്കിലും പറഞ്ഞത്? ആ കരുനാഗപ്പള്ളിയിൽ നിന്ന് അല്ല കോഴിക്കോട് നിന്ന് കരുനാഗപ്പള്ളി വഴി ഭരണിക്കാവിലേക്കുള്ള ബസ് ഇപ്പൊ വരുമെന്നാണോ പറയുന്നത്? ബസ്സിന്റെ പേര് പറഞ്ഞിട്ടാണോ പറയുന്നത് വരുന്നെന്ന്? ബസ്സിന്റെ പേര് പറഞ്ഞിട്ട് അവള് പറയുന്നില്ല, ആ ബസ് ഇപ്പൊ വരും. ആ ബസ് എവിടെയൊക്കെ പോകുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇതാണ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് പറയത്തില്ലെന്ന് നമ്മളെ കൊണ്ട് പറയിക്കുക. ഹല്ലേലൂയ, ആമേൻ. ഓരോ കാര്യങ്ങളും വാക്കുകളും നമ്മൾ പറയും. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവമായിട്ട് കണക്ട്, ദൈവം അപ്പൊ നമ്മളെ തിരുത്തും അത് കേട്ടോ. നമ്മൾ അറിയാണ്ട് നമ്മുടെ വായിന്ന് വന്നാലും ദൈവം നമുക്ക് ബോധം തരും. നീ എന്താ പറയും, നീ പറയാൻ പാടില്ലാത്ത പറയാൻ ദൈവം അനുവദിക്കത്തില്ല. ജാതികളെ പോലെ സംസാരിക്കാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. കാരണം എന്താ, നീ ദൈവമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, ദൈവമായിട്ട് ചേർന്ന് നിന്ന് നടക്കുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനുസരിച്ച് നടക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ മറ്റുള്ള എല്ലാവരുമായിട്ടുള്ള ഫെലോഷിപ്പ് നമ്മൾ മാറി നിൽക്കട്ടെ. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണക്റ്റഡ് ആയി, പരിശുദ്ധമായി കണക്റ്റഡ് ആയി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന് ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടമായി മാറും. അവന്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹമായി മാറും. അവന്റെ സ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നങ്ങളായി മാറും. അങ്ങനെ നമുക്ക് ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോവാം. വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.